രാവിലെ തന്നെ എൻ്റെ ഫുഡ് ഉണ്ടാക്കൽ പരിപാടികളൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഫിഷ് മാത്രം മേടിച്ച് ഉണ്ടാക്കിയാൽ മതിയായിരുന്നു. അപ്പോൾ ഫിഷ് മേടിക്കാനായിട്ട് രാവിലെ ഒരു 9 മണി മുതൽ ഞാൻ നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനില്ലാതെ ഈ വീടിൻ്റെ പടി ഇറങ്ങില്ല എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു പുള്ളിയുടെ കിടപ്പ്. എന്തായാലും പിന്നെ ഞാൻ റെഡിയായി കൂടെ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഏതാണ്ട് നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് ഇറങ്ങിയപ്പോൾ തന്നെ ഒരു 11 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേന് ചന്തയ്ക്ക് ഏതാണ്ട് ക്ലോസ് ചെയ്യേണ്ട സമയം കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ നമ്മൾ അടുത്തുള്ള ഒരു മീനൊക്കെ കിട്ടുന്ന സ്ഥലത്ത് പോയിട്ട് കുറച്ച് കൊഴിയാളയാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഹോൾസെയിലിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. ചായ കുടിക്കാൻ പോയതിൻ്റെ ഇടയ്ക്കാണ് അതൊക്കെ വാങ്ങിയത്. ചായ ആക്ച്വലി കുടിച്ചില്ല. നമ്മൾ പോയിട്ട് ഈവനിങ്ങിന് ആവശ്യമായിട്ടുള്ള കുറച്ച് സ്നാക്സൊക്കെ വാങ്ങിയിട്ട് പിന്നെ ഹോൾസെയിലിൽ നിന്ന് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു. കൊഴിയാള മീനാണ് കിട്ടിയത്. പൊരിക്കാൻ അത്യാവശ്യം നമുക്ക് ഇഷ്ടമുള്ളൊരു മീനാണ് കൊഴിയാള. അതുകൊണ്ടാണ് അത് മേടിച്ചിട്ടുണ്ടായിരുന്നത്. നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കഴിക്കാനായിട്ട്. ഇവർ എന്നെ സോപ്പിടാൻ വേണ്ടിയിട്ട് നാളത്തേക്കുള്ള പച്ചക്കറികൾ ഇന്നേ കട്ട് ചെയ്ത് വെക്കുകയാണ്. ഇത് സാമ്പാറിന് വേണ്ടിയിട്ടാണ് ഇവർ രണ്ടുപേരും കൂടി ഇരുന്ന് കട്ട് ചെയ്യുന്നത്. മോനെ അതിൻ്റെ ഇടയ്ക്ക് ആണ് കുറേ സംസാരിക്കുന്നുണ്ടായിരുന്നത്. ഞാൻ അവളെ ഹെൽപ്പ് ചെയ്യാൻ കൂട്ടാറില്ല, അച്ഛൻ മാത്രമാണ് കൂട്ടുന്നതൊക്കെ പറഞ്ഞ്.